ഞങ്ങളും അങ്ങനെ തൃശ്ശൂർ പൂരം എക്സിബിഷന് പോയിട്ടുണ്ടായി. ഇത് ആക്ച്വലി പൂരത്തിന് മുന്നെടുത്ത വീഡിയോ ആണ്, പക്ഷേ എനിക്ക് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. എക്സിബിഷൻ എന്തായാലും മെയ് ലാസ്റ്റ് വരെ ഉണ്ട്. ഇത്തവണ ഞാൻ പോയത് എൻ്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊപ്പം പഠിക്കുന്ന ചേച്ചിമാരുടെ കൂടെയാണ്. മിക്ക കൊല്ലവും എക്സിബിഷന് പോകാനായിട്ട് പറ്റാറുണ്ട്, പക്ഷേ എല്ലാ കൊല്ലത്തേക്കാളും ഇക്കൊല്ലം ഞാൻ വളരെയധികം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആസ് യൂഷ്വൽ ബെഡ്ഷീറ്റിൻ്റെയും ബ്ലാങ്കറ്റിൻ്റെയും ആ ഒരു കൗണ്ടർ തന്നെയായിരുന്നു ഫസ്റ്റ്. പിന്നീട് അവിടെ നിന്നിട്ട് ജ്വല്ലറീസിൻ്റെയും ഫർണിച്ചറിൻ്റെ എല്ലാത്തിൻ്റെയും ഷോപ്പുകളുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സ്റ്റോൾ എന്ന് പറയുന്നത് ആ ഒരു ചുരിദാർ സെക്ഷൻ്റെ സ്റ്റോളാണ്. ഭയങ്കര രസമാണ് അവിടുത്തെ ഓരോ ചുരിദാറുകളും കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ നാട്ടിലെ കടകളിൽ കിട്ടുന്നേക്കാളും ഭയങ്കര വെറൈറ്റി മോഡൽസ് അവിടെ അവൈലബിൾ ആണ്. പിന്നെ ബാർഗെയിനിങ് സ്കില്ലുള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ വില കുറച്ച് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ജൂട്ടീസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു, അതും നല്ല രസമായിരുന്നു ഇപ്പോൾ കാണാനായിട്ട്. ഫസ്റ്റ് സെക്ഷൻ കഴിയുമ്പോൾ തന്നെ അവിടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസസിൻ്റെ ഒരു സ്റ്റോൾ ഉണ്ടായിരുന്നു. ആ ഒരു സ്റ്റോളും അടിപൊളിയായിരുന്നു, കാരണം നമുക്ക് എല്ലാ കളർ സാരിയുടെ കൂടിയും വെയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള ബ്ലൗസസ് അവിടെ അവൈലബിൾ ആയിരുന്നു. ആ ഒരു സ്റ്റോളും എന്തായാലും മസ്റ്റ് വിസിറ്റാണ്. പിന്നെ കുറേ നടന്നങ്ങ് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞങ്ങൾ ചാറ്റ്സാണ് വാങ്ങിയത്. അതിനുശേഷം ഞങ്ങൾ കുറച്ചുകൂടെ നടന്നു കഴിഞ്ഞിട്ട് അങ്കിൾ ജോണിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു സ്റ്റോളും കൂടെ ഉണ്ടായിരുന്നു. അവിടെ അവർ ന്യൂ ലോഞ്ച് ചെയ്ത ഐസ്ക്രീംസിൻ്റെ ഫ്രീ സാമ്പിൾസ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. പിന്നെ അതുമാത്രമല്ല അവിടുത്തെ സ്റ്റാഫിൻ്റെ ബിഹേവിയർ വളരെയധികം ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബിഹേവിയർ ആയിരുന്നു. എസ്പെഷ്യലി അവിടുത്തെ GM ജോണി സാറ്, ആൾ നല്ല രീതിയിലാണ് നമ്മുടെ അടുത്തൊക്കെ സംസാരിക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും. ആൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണെന്നുള്ളതാണ്. ആക്ച്വലി ഞങ്ങളും ഈ ഒരു എക്സിബിഷനിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ളത് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് അങ്കിൾ ജോണിൻ്റെ ഐസ്ക്രീമിൻ്റെ ആ ഒരു സ്റ്റോളിൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ കുറച്ചധികം ഗെയിം സെഷൻസ് ഉണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ പോയത് ശ്രീ ഗുരുവായൂർ ടിഫിനിലായിരുന്നു, പാലസ് റോഡിലുള്ള. അവിടെ നമ്മൾ കഴിച്ചത് വെജ് പുലാവും വെജ് ബിരിയാണിയാണ്. അത്ര ഹൈപ്പൊന്നും കൊടുക്കാനില്ലെങ്കിൽ വെജ് ബിരിയാണി ഒരു ഓക്കെ ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇനിയും എക്സിബിഷൻ കാണാത്തവരാണെങ്കിൽ വേഗം തന്നെ പോയി കണ്ടോളൂ, മെയ് ലാസ്റ്റ് വരെയുള്ള എക്സിബിഷൻ.